ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റ് ആണ്. ലൈറ്റിൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പഠിച്ചു നിർത്തിയത് പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ റെഗുലർ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻസ് പഠിച്ചായിരുന്നു. ദെൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും അതിൻ്റെ ഇക്വേഷനും അത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസും പഠിച്ചായിരുന്നു. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബട്ട് നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ വിളിച്ചോസോ ആരാ? ഓക്കെ ഓക്കെ. പ്രാർത്ഥന. Yes, tell me any 3 characteristics of the image formed in a plane mirror. Light is erect. Any 3? lateral inversion. Okay, then. ഇപ്പൊ രണ്ടെണ്ണമായി, ഇനി ഒരെണ്ണം കൂടി. നോ. സൈസ് എങ്ങനെയാ? സൈസ് സെയിം സൈസ്. പിന്നെ മിററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാ? ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, വിർച്വൽ. ഓക്കെ ഓക്കെ, അതാണ് 5 പോയിന്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അപ്പോൾ അത് എന്തായാലും പഠിക്കാം. ഇന്ന് ചിലപ്പോൾ എക്സാമിന് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഐ ഡോണ്ട് നോ. ഓക്കെ, യെസ്. അടുത്ത ആൾ വിളിച്ചു സാർ. ഋത്തിക. ഓക്കെ ഋത്തിക, ഗുഡ് ഈവനിങ്. വാട്ട് ഡു യു മീൻ ബൈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? അല്ലെങ്കിൽ വേണ്ട, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര മിറേഴ്സ് വേണം? മോർ ദാൻ 1 അല്ലെങ്കിൽ മിനിമം 2 മിറേഴ്സ് എങ്കിലും വേണോ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ആൾ വിളിച്ചു സാർ. വെരി ഗുഡ് ഋതിക. അടുത്ത ആൾ വിഷ്ണു. ഹായ്. ഒന്നുമില്ല, ചോദിക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേടാ? ആംഗിളും നമ്പർ ഓഫ് ഇമേജസും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ആംഗിൾ ക്യൂ ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി angle q ആണെങ്കിൽ number of images will be q into divided by 1. എന്തായിരുന്നു എന്നോട് ചോദിക്കുന്ന? ഇന്ന് നീ എക്സാമിനപ്പോ എന്താ എഴുതാൻ പോകുന്നേ? 360 divided by q. ബാക്കി എന്താ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നീ മറന്നെങ്കിൽ നോ വിഷ്ണു, ഞാൻ -1. ഓക്കെ, മാറിപ്പോവരുതേ. ഓക്കെ, യെസ്. അപ്പോൾ 360 ഡിവൈഡ് ബൈ q - 1 എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ ക്യൂവിന് പകരം നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ഇമേജസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്. ഇനി അത് വെച്ചിട്ട് കുറച്ചധികം പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേസ് നമുക്ക് ഓക്കെ, യെസ്, ഇത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി ചാപ്റ്ററിലേക്ക് പോകാം. ഇതിൽ കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി, 120 ഡിഗ്രി, 360 ഡിഗ്രി, വീണ്ടും 120 ഡിഗ്രിയോ? അതങ്ങനെ വന്നേ, സംതിങ് ഫിഷി. ഓക്കെ, അത് വേണ്ട, അത് ഞാൻ 60 ആക്കി തരാം. ഓക്കെ, എവിടെ ഇത് 120 വേണ്ട കേട്ടോ, 60 ഡിഗ്രി മതി. ഓക്കെ, യെസ്. അപ്പോൾ ദേ ഇത്രയും ആംഗിൾസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇമേജസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ നമുക്കറിയാം, 360 ഡിവൈഡഡ് ബൈ q - 1 ആണ്. ക്യൂവിന് പകരം ഈ പറയുന്ന ആൾക്കാരെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഫൈനൽ ആൻസർ അപ്പുറത്തെ കോളത്തിലെടുത്ത് എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ടാസ്ക് ആണ്. സോ എല്ലാവരും വേഗം തന്നെ ബോക്സ് വരക്കാം. ഇപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക, എഴുതാം. ഒരാൾ വിളിച്ചു സാർ, എനിക്ക് ചെയ്യാനായിട്ട് കൂടെ ഇരുന്ന് ചെയ്യാൻ. സിദ്ധാർത്ഥ്. ഇതിന്റെ മുഖം എന്താ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? സെബന്റെ എന്താണ്? നിനക്ക് പേന കാണാനില്ല, പെൻസിൽ കാണാനില്ല, എന്താ പ്രശ്നം? മുഖുരിക്കും നോക്കി. ഈ മുഖം കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും ഗൈസ്? ഷോ, ഇവാനൊന്ന് പറഞ്ഞേ, ഒന്ന് ചിരിക്കാൻ പറഞ്ഞേ അവളോട്. സിദ്ധ പറഞ്ഞാലും മതി. സിദ്ധ ഒന്ന് പറഞ്ഞേ, നമ്മുടെ സെബൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. സെബനോട് ഒന്ന് ചിരിക്കാൻ പറഞ്ഞേ. സിദ്ധനൊന്ന് അൺമ്യൂട്ട് ആണോ? ഒന്ന് പറ സെബ, ഒന്ന് ചിരിക്കൂ എന്ന് പറ. ഒന്ന് ചിരിക്കൂ സെബ. അതെ, ഇവൻ സിദ്ധ വരെ പറയുന്നു എന്നിട്ട് ചിരിക്കുന്നില്ല, അത് കരയാണ്. ഓക്കെ, യെസ്.
സോ സിദ്ധ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ ക്യൂ മൈനസ് 1 ആണ്. ഇവിടെ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ മാച്ചളഞ്ഞു. 360 ഡിവൈഡ് ബൈ ക്യൂ മൈനസ് 1 ആദ്യം ക്യൂവിന് പകരം ഞാൻ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം എനിക്ക് എത്ര കിട്ടും? 360 ബൈ 30. 12 മൈനസ് 1. 12 മൈനസ് 1. 11. ഓക്കെ, യെസ്, കുറച്ച് കൺഫ്യൂഷൻ ആയി പോയി അവിടെ. ഓക്കെ, അപ്പോൾ അതേ നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട് 11 ആണ് എല്ലാവർക്കും കിട്ടിയതെങ്കിൽ ഒരു ഡബിൾ തമ്പ്. 11 ആണ് കിട്ടിയതെങ്കിൽ എല്ലാവരും ഒന്ന് ഡബിൾ തമ്പ് കാണിക്കാം. യെസ് യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത അസിസ്റ്റന്റ് ഇമ്മാനുവൽ. ഓക്കെ, ഇമ്മാനുവൽ ലോറൻസ്. ഹലോ. യെസ്, മറ്റേത് ഇമ്മാനുവൽ ജിക്സൺ അല്ലേ? രണ്ടുപേരില്ലേ? ഓക്കെ, യെസ്. ഹായ്. അപ്പോൾ എനിക്ക് ഇനി അടുത്ത ആംഗിൾ എത്രയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ക്യൂവിന് പകരം? 360 by 120 minus 1 ആണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത്. 360 by 120, what will be the answer? 360 by 120 എത്രയാ? ഓക്കെ ഓക്കെ, ചെയ്തോളൂ. കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ചാറ്റ് ബോക്സിൽ അയക്കാം കേട്ടോ. 360 by 120 എത്രയാണെന്നുള്ളത്. ഓക്കെ, സാറിന് കിട്ടി. സാർ ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളാണ്. 360 by 120 ദാറ്റ് ഈസ് 3 ആൻഡ് ഫൈനൽ ആൻസർ എത്ര കിട്ടും നമുക്ക്? 2. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലവും കിട്ടി. 2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വെരി വെരി സിമ്പിൾ, 360 തന്നെയാണ്. അടുത്ത ആൾ വിളിച്ചു സാർ. ഓൾറെഡി ആൻസേഴ്സ് കുറേ പേര് ചാറ്റ് ബോക്സിൽ അയച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. ജബജബൻ ചിരിച്ചിരുന്നില്ലെങ്കിലാണ്ടെന്ന് എനിക്ക് ഇനി പൊസിഷൻ തന്നത്. ചിരിച്ചിങ്ങനെ പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിരുന്നോ? കുഴപ്പമില്ല, ക്യൂട്ട്നെസ് ഇട്ടോ. എന്നെ കോമ്പീറ്റ് ചെയ്യരുത്, ക്യൂട്ട്നെസ് ഇട്ട്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് 360 by 360 ഇറ്റ് സെൽഫ് അല്ലേ? 360 by 360 എത്ര കിട്ടും? 7. 360 അപ്പൊ എത്ര കിട്ടും? എത്ര കിട്ടും? 360 by 3. എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി. 360 by 360 എത്രയാണ് ആൻസർ? 360 by 360 എത്രയാണ്? What will we get if we divide some number by itself? ഒരു നമ്പറിനെ ആ നമ്പർ വെച്ച് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ what will be the final answer? എല്ലാവരും ഒന്ന് കയ്യിലൊന്ന് കാണിച്ചേ. ആൻസർ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ സെയിം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും എന്നുള്ളത്. ഇതേ കണ്ട എല്ലാവരും ഇവിടെ ബല്ലേ ബല്ലേ കളിക്കുന്നു. സെബ, എല്ലാവരും ഇവിടെ ഒന്ന് കാണിച്ചുകൊണ്ട് ബല്ലേ ബല്ലേ കളിക്കുന്നു. 1 ആണ് നമുക്ക് കിട്ടുന്നത്. ഏത് നമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സെബ ഡിവൈഡഡ് ബൈ സെബ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടാം? ഏത് ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്പർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ അതിനെ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1. ഓക്കെ, രണ്ടും ക്യാൻസൽ ആയി പോയി. നമുക്ക് ഫൈനൽ ആൻസർ 1 ആണ് കിട്ടുക. സോ 360 by 360 വിൽ ബി 1. 1 മൈനസ് 1 എത്രയാണ്? 2 ആണോ 3 ആണോ -1 ആണോ? ഇറ്റ് ഈസ് 0. ഓക്കെ, 0 കിട്ടി. ഓടിവാ. യെസ്, 0 കിട്ടി. ലാസ്റ്റ് ഞാൻ 120 ആയിരുന്നു, അത് കട്ട് ചെയ്ത് ഞാൻ 60 ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ആൾ വിളിച്ചു സാർ. നിവേദ് അല്ലേ? ആണോ? നിവേദ ആണ്. ഗുഡ് ഈവനിങ്. യെസ്, നിവേദ്. അവൻ അവിടെ ഞാൻ എന്ത് പറയുമ്പോഴും എനിക്ക് ഈ കൗണ്ടറൊക്കെ പറയാനുള്ള പ്രചോദനം എന്താണെന്നറിയോ? മോട്ടിവേഷൻ. അവൻ്റെ ചിരിയാണ്. അവൻ ചിരിക്കുന്ന കാണുമ്പോഴാണ് ഞാൻ ഓരോന്നും പറയുന്നത്. അപ്പോൾ നിവേദ് ഇങ്ങനെയൊക്കെ അയ്യോ ഇനി ഒരിക്കലും ചിരിക്കരുത്, മിസ്സിന് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 60 എത്ര കിട്ടും? 360 by 60 6 കിട്ടി. 6 minus 1 5. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇത് 2 5 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ചേഞ്ച് ചെയ്യാം. ആംഗിൾ 60 ആക്കാം, നമ്പർ ഓഫ് ഇമേജസ് 5 ആക്കാം. ഓക്കെ, ഇത് ഏത് ആംഗിൾ വെച്ച് ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ വീണ്ടും ഡബിൾ തം. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ വീണ്ടും ഡബിൾ തം. ഞാൻ ഒരു ഹോംവർക്ക് കൊടുക്കട്ടെ. നമ്പർ ഓഫ് ഇമേജസ് നമുക്ക് കിട്ടുന്നത് 7 ആണെങ്കിൽ, നമ്പർ ഓഫ് ഇമേജസ് കിട്ടുന്നത് 7 ആണെങ്കിൽ ആംഗിൾ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് കൊണ്ടുവരണം. ചെയ്യാത്തവർക്ക് ഒന്നുമില്ല, ഒരു 50 ടൈംസ് ഇമ്പോസിഷൻ തരും. അതെനിക്ക് തോന്നുന്ന ടോപ്പിക്കായിരിക്കും തരുന്നത്. ചിലപ്പോൾ വലുതായിരിക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും.
സോ എല്ലാവരും എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് വരാം. ഒന്നുമില്ല, നമ്പർ ഓഫ് ഇമേജസ് നമുക്ക് 7 ആണ്. ആംഗിൾ എത്ര, ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിച്ചോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ റിവീൽ ചെയ്യുള്ളൂ. എങ്ങനെയുണ്ട് സാർ? യെസ്. അപ്പോൾ നമ്മൾ ദെൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ആപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ വന്നതാണ് പെരിസ്കോപ്പ്. യെസ്, പെരിസ്കോപ്പ് ഹെഡിങ് എഴുതിയില്ലായിരുന്നു എല്ലാവരും? ഇനി നമുക്ക് പെരിസ്കോപ്പ് കാണാം. ഇതാണ് നമ്മുടെ പെരിസ്കോപ്പ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇതിൻ്റെ വേറൊരു നല്ല ഫിഗർ ഞാൻ കാണിച്ചു തരാം. കടാ, ഇതാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഈ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോളിൽ നിന്ന്, ഇവിടെ 2 ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ കാണില്ല, ബ്ലാക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെയും ഒരു ഹോളുണ്ട്, 2 ഓപ്പണിങ്സ് ആണുള്ളത്. ഇതിൽ ഞാൻ ഈ ഓപ്പണിങ്ങിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നോർമലി കാണേണ്ടത് എന്തായിരുന്നു? ഒരാളെ വിളിച്ചു സാർ. ഇവാന, ഞാൻ ഈ ഒരു ഓപ്പണിങ്ങിൽ നിന്ന് എൻ്റെ കണ്ണു വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കാണേണ്ട വ്യൂ എന്തായിരിക്കണം? അല്ല, ശരിക്കും നോർമലി നമ്മളൊരു ഹോളിൽ കൂടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണേണ്ടത് എന്തായിരിക്കും? ഈ വ്യൂ അല്ലേ, ഇവിടത്തെ വ്യൂ അല്ലേ കാണേണ്ടത്? ഇവിടത്തെ വ്യൂ ആണ് ശരിക്കും കാണേണ്ടത്. പക്ഷെ നമ്മൾ കാണുന്നത് ഏത് വ്യൂ ആയിരിക്കും? ഇവിടെ ഉള്ള വ്യൂ ആയിരിക്കും കാണുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ ഈ കാണുന്ന വ്യൂ കാണുന്നത്? അത് വേണമായിരുന്നോ? അത് വളരെ വലിയൊരു ആണോ? ഓക്കെ, എനിവേസ് പറഞ്ഞോ, എങ്ങനെയാണ് നമുക്ക് മുകളിലുള്ള വ്യൂ കാണുന്നത്? സാർ തണുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എൻ്റെതേ എനിക്ക് ഗൂസ് ബംസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പറയടാ, എങ്ങനെയാ നമുക്ക് കാണുന്നത്? ഞാനിങ്ങനെ മിററിന്റെ റിഫ്ലക്ഷൻ കാരണം. അവിടെ എത്ര മിറേഴ്സ് ഉണ്ട്? 2 മിറേഴ്സ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ വർക്ക് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊന്ന് വരച്ചു തരാട്ടെ. ഈ ഫിഗർ കൊള്ളൂല, ഞാൻ നല്ല ഫിഗർ വരക്കാം. ഇങ്ങനെ എല്ലാവരും ഒന്ന് വരച്ചു വെച്ചോ കേട്ടോ, എല്ലാവരും വരച്ചു വെച്ചോ. അപ്പൊ നമുക്ക് നന്നായിട്ട്, ഇത് എൻ്റെ കണ്ണാണേ. അല്ലേ നോക്ക് സാർ, അല്ല നല്ല കണ്ണല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നോക്കുന്നത് ഈ ഹോളിൽ നിന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ നമ്മുടെ ഇതാരത്? ഡിയോണ അല്ലേ? ഇവിടെ നമ്മുടെ ഡിയോണ നിൽക്കുന്നു കേട്ടോ, ഇവിടെ നമ്മുടെ ഡിയോണ നിൽക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഈ കാണുന്ന പെരിസ്കോപ്പിൻ്റെ ഈ കോർണറിൽ ഒരു മിറർ ഇതുപോലെ ഒരു 45 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ ചരിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് ഈ കോർണറിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഇത് മിററാണ്. ഓക്കെ, യെസ്. അതുപോലെ ഈ നെക്സ്റ്റ് കോർണറിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു മിറർ 45 ഡിഗ്രീസിൽ ചരിച്ച് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഡിയോണയിൽ നിന്ന് വരുന്ന ലൈറ്റ് ആദ്യം പോയി നമ്മുടെ ഫസ്റ്റ് മിററിൽ ഹിറ്റ് ചെയ്യും, ഇൻസിഡൻറ്റ് ചെയ്യും. ഓക്കെ, ഡിയോണയിൽ നിന്ന് ലൈറ്റ് നേരെ പോയിട്ട് നമ്മുടെ ഫസ്റ്റ് മിററിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് അത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് അടുത്ത മിററിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അവിടെ നിന്നത് നേരെ എന്ത് ചെയ്യുന്നു? നേരെ അത് റിഫ്ലക്റ്റ് ചെയ്ത് അടുത്ത മിററിലെത്തും. അവിടെ നിന്നത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഡിയോണയുടെ ആ ഒരു ഇമേജ് എനിക്കിത് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അത് അവിടെ നിന്ന് വന്ന് ആദ്യം ഈ മിററിൽ കാണാൻ പറ്റും, ദെൻ അത് ഈ മിററിൽ കാണാൻ പറ്റും എനിക്കിതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ. ഓക്കെ, ഇവിടെ എത്ര ടൈംസ് ആണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തത്? വിളിച്ചോ സാർ, എത്ര ടൈംസ് ഈ പെരിസ്കോപ്പിനകത്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു? മഹാദേവ്, ടെൽ മീ, എത്ര ടൈംസ് ഇവിടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു? 2 ടൈംസ് അല്ലേ? നമ്മൾ 2 മിറേഴ്സ് യൂസ് ചെയ്തു, 2 ടൈംസ് അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഇവിടെ വേറൊരു കോർണറും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതേ കണ്ട, ഇനി ഇവിടെ ഒരു കോർണർ, വീണ്ടും ഇവിടെ ഒരു കോർണർ, വീണ്ടും ഒരു കോർണർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് എന്താ ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്? ഓക്കെ, ഇങ്ങനെ കുറേ കോർണേഴ്സ് ഉണ്ടെങ്കിൽ ആ കോർണേഴ്സിലൊക്കെ നമ്മൾ എന്ത് വെക്കണം? മിറേഴ്സ് വെക്കണം. ഓക്കെ, സാധാരണ പെരിസ്കോപ്പ് എന്ന് പറയുന്നത് ഇത് ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നോർമൽ പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് വരച്ചു വെക്കാം. ഇതിൽ 2 മിറേഴ്സ് യൂസ് ചെയ്തു, 2 ടൈംസ് അവിടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു, നമുക്ക് മുകളിലുള്ള വ്യൂ താഴെ കാണാനായിട്ട് പറ്റി. ഓക്കെ,
2 ടൈംസ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തന്നെ അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലേ? മൾട്ടിപ്പിൾ ടൈംസ് റിഫ്ലക്ട് ചെയ്തില്ലേ? 1 ടൈം ആണെങ്കിൽ ഓക്കെ നോർമൽ റിഫ്ലക്ഷൻ, പക്ഷെ 2 ടൈംസ് ആയതുകൊണ്ട് അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് വരുന്നത്. സോ പെരിസ്കോപ്പ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. മനസ്സിലായെങ്കിൽ പവർ കാണിക്കാൻ പറഞ്ഞ പവർ കാണിക്കട്ടാ, ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് അത് ആൻസർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ. ആയിഷ ഇവിടെ ഉണ്ടോ? മനസ്സിലായോ ആയിഷ? മനസ്സിലായോ ഇല്ലെന്നൊന്നുമില്ല കേട്ടാ. ഓ മിസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആയിഷനെ വിളിച്ചോ. ഓ ഇൻട്രസ്റ്റിംഗ്. മഹാദേവ് പവറായിട്ടിരിക്കേ. ആ നമ്മളെല്ലാം പവറല്ലേ, സെറ്റല്ലേ? നിനക്ക് ഞാൻ കോഫി വേണ്ട, നിനക്ക് ഷെയ്ക്ക് വാങ്ങിത്തരാം. ആരാണത്? ഐഷ അല്ലേ? അൺമ്യൂട്ട്. ഓക്കെ അൺമ്യൂട്ട് ആയില്ലേ? സേ സംതിങ്. ഹായ് പറയൂ. ആ ഓക്കെ, കുട്ടി മിണ്ടുന്നുണ്ട്. ഓക്കെ യെസ്. എത്ര മിറേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്? 2 മിറേഴ്സ്. എത്ര ടൈംസ് റിഫ്ലക്ട് ചെയ്തു? 2 ടൈംസ് റിഫ്ലക്ട് ചെയ്തു. പെരിസ്കോപ്പ് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഓക്കെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ യെസ്, വെരി ഗുഡ്. അപ്പൊ ആള് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ സാർ. അതിന്റെ ഇടയ്ക്ക് അവിടെ എന്തോ ഒരു ചെറിയ ടോക്കിന് പോയായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. ഓക്കെ യെസ്. ആ പോവാൻ പറ, പൊക്കോന്ന് പറ. ഓക്കെ യെസ്. ആ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ യെസ്. അപ്പൊ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് എഴുതാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. യെസ്. ഒരാൾ വിളിച്ചു സാർ, വായിക്കാൻ. അനേ നത്തിങ്. ഗുഡ് ഈവനിങ്. എനിക്കൊന്ന് വായിച്ചു തന്നാൽ മാത്രം മതിയടാ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? എടാ ഇല്ലെന്ന് പറയലേടാ, മനസ്സിലായില്ലെങ്കിലും മനസ്സിലായി എന്ന് പറയാൻ വെറുതെ. ഓക്കെ ഒന്നുമില്ല. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ്. കണ്ട, ഈ ലൈനാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ്, അതായത് നമ്മൾ കാണുന്ന ആ ഒരു സൈറ്റ്, അതാണ് ലൈൻ ഓഫ് സൈറ്റ്. ഈ ലൈൻ ഓഫ് സൈറ്റിൽ ഇല്ലാത്ത ഒബ്ജക്റ്റ് ആണ് ശരിക്കും നമ്മുടെ ഈ മുകളിലുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റിൽ ഇല്ലാത്ത ഒബ്ജക്ട്സിനെ വരെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ലൈൻ ഓഫ് ഒബ്സർവർ എന്ന് പറയുന്നത്, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്ന ആ നേരെയുള്ള ലൈൻ ഇല്ലേ, അതാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. അതിലില്ലാത്ത ഒബ്ജക്റ്റിനെ വരെ, അതിലില്ലാത്ത വ്യൂ വരെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. A periscope is an instrument that is used to look at objects that are not in the line of sight of the observer. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ ഇല്ലാത്ത ഒബ്ജക്ട്സിനെ കാണാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. സെറ്റ് ആണ് ഡെഫിനിഷൻ. ഓക്കെ ആണെങ്കിൽ മാത്രം ഒരു കയ്യിൽ തംസ് ഇട്ടോ. ഡിവിനെ ഒന്ന് വിളിച്ചേ. ഒരു കയ്യിൽ തംസ്. ഓക്കെ വെരി ഗുഡ്. യെസ്, കിട്ടിയോ? ആ എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഡിയോണാന്ന് പറഞ്ഞോളൂ. അത് പെരിസ്കോപ്പിന്റെ ഉള്ളിൽ വെക്കുന്ന മിററിന്റെ പേരാ. ആണോ മിസ്സേ? ഡിയോണാന്ന് പറഞ്ഞതേ ഒന്നുമില്ലടാ. ഞാനേ ആ ലാസ്റ്റ് ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോഴേ കണ്ടോ, ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റിനെ വെച്ചായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ഡിയോണാന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഡിയോണ വിചാരിക്കണേ മിസ്സേ ഞാൻ എന്ത് ചെയ്തു മിസ്സേന്ന്. അപ്പൊ ഞാൻ ഡിയോണനെ അവിടെ നിർത്തിയെന്നുള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇനി അടുത്തേലും നിന്നെ നിർത്താം. ഹാപ്പി? ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ എന്താണ്? ഓക്കെ വേഗം പോയിട്ടോ കേട്ടോ, 2 സെക്കൻഡ്. ഓക്കെ എപ്പോഴും തലക്കെട്ടുണ്ടാവുമല്ലേ. യെസ്, അപ്പോൾ പെരിസ്കോപ്പിന്റെ ഡെഫിനിഷൻ വേഗം എഴുതാം. ഇനി നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. പെരിസ്കോപ്പ് വർക്ക്സ് ഓൺ ദ ഫിനോമിന ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഓഫ് ലൈറ്റ്. അത് ഏത് ഫിനോമിനയിലാണ് വർക്ക് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിലാണ്. സോ സിമ്പിൾ. അതൊന്നും എഴുതാം. ഇഷാനി എന്തൊക്കെയോ പറയുന്നല്ലോ, എന്താ പറഞ്ഞില്ലേ? സംസാരിക്കായിരുന്നില്ലേ? ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. ഓക്കെ, അല്ല ഞാൻ കണ്ടു കുട്ടി എന്നോടൊന്ന് പറയായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല മിസ്സേന്ന്. ഷാനി എന്താ പറഞ്ഞത്? വായിച്ചു വെക്കാനാണോ? മിടിക്ക്. ഓ ശരി.
ഓക്കെ യെസ്. അപ്പോൾ പെരിസ്കോപ്പിന്റെ ഡെഫിനിഷൻ കണ്ടു. ഒന്നുമില്ല, നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ ഇല്ലാത്ത വ്യൂസിനെയൊക്കെ കാണാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിലാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇൻസൈഡ് ദ പെരിസ്കോപ്പ് ദർ ആർ 2 മിറേഴ്സ് ദാറ്റ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രീസ്. നമ്മുടെ പെരിസ്കോപ്പിന്റെ ഉള്ളിലായിട്ട് 2 മിറേഴ്സ് ഉണ്ടായിരിക്കും. അത് രണ്ടും ഒരു 45 ഡിഗ്രീസ് ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആ പോയിന്റ് കൂടി ഒന്ന് എഴുതി വെക്കുക, ഒന്ന് ഓർത്തിരിക്കാം. ചിലപ്പോൾ ആംഗിൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഏത് ആംഗിളിലാണ് മിറേഴ്സ് വെക്കുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ എത്ര മിറേഴ്സ് ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ 2 വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, 45 ഡിഗ്രിയും അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. സോ പെരിസ്കോപ്പിന്റെ ഡെഫിനിഷൻ, അതിന്റെ പ്രിൻസിപ്പിൾ, അതിനകത്ത് എത്ര മിറേഴ്സ് ഉണ്ട്, അത് ഏത് ആംഗിൾ ആണ്. ഇത്രയും കാര്യം സെറ്റ് ആണ്. ക്ലിയർ ആണെങ്കിൽ പഞ്ച് പഞ്ച് പഞ്ച്. ഓ യെസ്, ആ പഞ്ച്, പവർ പഞ്ച്, പവർ പഞ്ച്, ഫിദ പഞ്ച്. ആ യെസ്. ആ ശ്രേയസ് എവിടെ നിന്റെ പഞ്ചടോ? നോ പഞ്ച്, പഞ്ചില്ല. ശ്രേയസും ധൃതി പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പഞ്ച് ചെയ്യാനൊന്നും സമയമില്ലാന്ന്. ശ്രേയസിനൊന്ന് വിളിച്ച് ചോദിച്ചോക്കട്ടെ, സംശയം ഉണ്ടാ നോക്കട്ടെ. എന്താ അൺമ്യൂട്ട്? അൺമ്യൂട്ട്. ഓക്കെ, അൺമ്യൂട്ടായി. യെസ്. ഓക്കെ, പെരിസ്കോപ്പിന്റെ ഡെഫിനിഷൻ ഒന്ന് എനിക്ക് മനസ്സിലായത് പറഞ്ഞേ. ആ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ കാണാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്. ഓക്കെ, എത്ര മിറേഴ്സ് യൂസ് ചെയ്യും? 2 മിറേഴ്സ്. ഏത് ആംഗിളില്? 45 ആംഗിളില്. ആപ്ലിക്കേഷൻ ഏതാണ്? സോറി, എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ എല്ലാം സെറ്റ് ആണ് അവന്. എന്നിട്ട് അവൻ പഞ്ച് ചെയ്തില്ല സാർ. വാട്ട് ഈസ് ദിസ്? ഓക്കെ, എനിവേസ് ഈ 3 പോയിന്റ്സും എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാ. 3 പോയിന്റ്സ് ഡൺ. ഓക്കെ, യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരിസ്കോപ്പിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് കൂടി എഴുതാം. എന്തിനാണ് നമ്മൾ പെരിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് പർപ്പസിനാണെന്നുള്ളത് നോക്കാം. ഒരാൾ വിളിച്ചു സാർ, വായിക്കാം. ഡിയോണ, നമ്മുടെ ഒബ്ജക്റ്റ് അല്ലേ? യെസ്. ഡിയോൺ ഒന്ന് വായിച്ചേടാ, Telescopes are used submarines, tanks, and bunkers. the sea are filled with lights on. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് നമുക്കൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതലും നേവിക്കാരും അതുപോലെ സോൾജേഴ്സ് ഒക്കെ ഇല്ലേ, സോൾജേഴ്സ് ഒക്കെയാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്നറിയോ? ഇവർ ഈ വെള്ളത്തിന്റെ അടിയിൽ ഈ പെരിസ്കോപ്പും വെച്ചിങ്ങനെ ഇരിക്കും. വെള്ളത്തിന്റെ അടിയിലോട്ടൊന്ന് പോട്ടേട്ടാ. പെരിസ്കോപ്പ് ഇങ്ങനെ താഴെ വെച്ചിരിക്കും. അതായത് നമുക്ക് താഴേന്ന് നമ്മൾ നോക്കും. പെരിസ്കോപ്പിന്റെ ഒരു ഹോൾ വരുന്ന താഴെ ആയിരിക്കും, അടുത്ത ഹോള് വെള്ളത്തിന്റെ മുകളിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ താഴത്തെ ഹോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുകളിലുള്ള വ്യൂസ് മൊത്തം കാണാൻ പറ്റും. പക്ഷേ ഈ മുകളിലുള്ള ആർക്കും അറിയാൻ പറ്റില്ല നമ്മൾ താഴെ ഉണ്ടെന്ന്. ചിലപ്പോൾ ഇത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണ്ട അല്ലേ? ഇത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് താഴെ ഇരുന്ന് മുകളിലുള്ള വ്യൂസ് ഒക്കെ കാണാൻ പറ്റും. വേറെ ഏതെങ്കിലും എന്താ പറയാ, ആരെങ്കിലും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഡിവൈസുകളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്യുന്നത്? പുറത്തുള്ള വ്യൂസ് ഒക്കെ നോക്കുന്നു. നമുക്കിൻ്റെ ആവശ്യമില്ല, സോൾജേഴ്സ് ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. നമുക്കിത് സിമ്പിളായിട്ട് മേക്ക് ചെയ്യാം കേട്ടോ. വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. യെസ്, ആ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഒരെണ്ണം കാണിക്കുന്ന നോക്കിയാൽ നവമി. ഓക്കെ, യെസ്. അപ്പോൾ ഇത് എഴുതാം കേട്ടോ, ഈ ഒരു പോയിന്റ് കൂടി എഴുതാം. ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. സോൾജേഴ്സ് സബ്മറൈൻസിൽ യൂസ് ചെയ്യുന്നു, യൂസ്ഡ് ബൈ സോൾജേഴ്സ് ഇൻ സബ്മറൈൻസ്, അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. സിമ്പിൾ. അപ്പോൾ ആപ്ലിക്കേഷനും ഓക്കെ ആണ്. പെരിസ്കോപ്പ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓക്കെ ആണെങ്കിൽ വീണ്ടും തംസ്. എന്താണിത് ഒരു ഉഷാറില്ലാത്തത് ഗൈസ്? അൽവീന എവിടെ നീ? എവിടെ ആൾക്കാരൊക്കെ എവിടെ? എൻ്റെ ആൾക്കാരൊക്കെ അവര് സ്റ്റെക്കാണോ? ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പവർ തമ്പ് കാണിച്ചേടാ. പവർ തമ്പ്. പെരിസ്കോപ്പ് സെറ്റ് ആണെങ്കിൽ മാത്രം ഒന്ന് പവർ തമ്പ് കാണിച്ചേ. യെസ്. ആ ഓക്കെ. ഓ എക്കത്തിന് ഞാനൊന്ന് ഒന്ന് വിളിച്ചേ, ഇനി വല്ല ഡൗട്ട് ആണെങ്കിലോ. അതന്നെ, തമ്പ് കാണിക്കാൻ പറയുമ്പോൾ തമ്പ് കാണിച്ചാൽ പോരായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ സംശയം ഉണ്ട്. ഓക്കെ, എവിടെയാ ഡൗട്ട്? എന്ത് ചെയ്യണം സാർ? പിന്നെന്താ തംസ് കാണിക്കാൻ? റോൾ നമ്പർ വെച്ചിട്ട് എന്താ ചെയ്യാ? ആ അത്രയും ടൈംസ് എഴുതണോ അല്ലേ? സ്കൂളിലെ റോൾ നമ്പർ എത്രയാ? അൺവിട്ടേ
10 സത്യം 10 ആണോ? 10 സ്ക്വയർ 100. ഓക്കെ യെസ്. അപ്പൊ 100 ടൈംസ് എന്ത് ചെയ്യുക, പെരിസ്കോപ്പ് അങ്ങ് എഴുതിക്കോ. തംസ് കാണിക്കാൻ പറഞ്ഞാൽ തംസ് കാണിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡൗട്ട് ഉള്ളവർ മാത്രമാണ് തംസ് കാണിക്കാതിരിക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാവരും ഡൗട്ട് ഇല്ല, ഓക്കെ ക്ലിയർ ആണെങ്കിൽ തംസ് കാണിച്ചോളണം കേട്ടോ, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഡൗട്ട് ഉള്ളവരോട് എക്സ്ട്രാ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇമ്പോസിഷൻ ഒന്നും തരുന്നില്ല. ഇനി എങ്ങാനും നിങ്ങൾ മനസ്സിലായിട്ടും എനിക്ക് തംസ് തരാണ്ടിരുന്നു കഴിഞ്ഞാൽ ഫർദർ ആക്ഷൻസ് അല്ലേ, നമ്മള് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകും. ഓക്കെ, എന്തിനാ വെറുതെ. അപ്പൊ പെരിസ്കോപ്പ് മനസ്സിലായെങ്കിൽ ഒന്ന് തംസ് കാണിച്ചേ. കേട്ടാ. എന്നാലും മടിയാണ് കാണിക്കാനായിട്ട്. ഓക്കെ ഓക്കെ, മിലിയുടെ സംഭവിക്ക്. ഓക്കെ യെസ് യെസ് യെസ്. അപ്പോൾ ഇനി പെരിസ്കോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ബിഫോർ ദാറ്റ് ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. ആണോ? All stand up, all stand up. Move to the next application, that is kaleidoscope. Hi. കൊള്ളാല്ലേ? കെലഡോസ്കോപ്പ് ആണ് നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഹെഡിങ് എഴുതാം കേട്ടോ. 2 കൊടുത്തിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് 1 പെരിസ്കോപ്പ് ആയിരുന്നു, ആപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനകത്ത്. ഫസ്റ്റ് 1 പെരിസ്കോപ്പ് ആയിരുന്നു. 2 കൊടുത്തിട്ട് കെലഡോസ്കോപ്പ് എഴുതാം. മിസ്, ക്യാൻ യു ഗെസ് മൈ റോൾ നമ്പർ? ആരാണ്? ആരവാണോ? ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി 1. എടാ, എയിലാണ് നിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ ആരാ അങ്ങനെ വരാൻ സാധ്യതയില്ല. സോ ഇറ്റ് വിൽ ബി 1. ആയിഷയുടെ 1 ആണോ? അപ്പോൾ മേ ബി ക്ലാസ്സിലെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവുമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കില്ല അവർ റോൾ നമ്പർ കൊടുത്തത്. ഓക്കെ, അപ്പോൾ കെലഡോസ്കോപ്പ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇത് വേറെ ഒന്നുമില്ല, നമ്മളൊരു 3 മിറേഴ്സിന് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കളർ എന്തെങ്കിലും സംഭവം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ കുറേ പാറ്റേൺസ് നമുക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. വേറെ ഒന്നുമില്ല, ഈ 3 മിറേഴ്സ് തമ്മിൽ റിഫ്ലക്ഷൻ, ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് അത് കുറേ പാറ്റേൺസ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ചോ. വിളിച്ചോ സാർ, ഡെഫിനിഷൻ വായിക്കാൻ. അതന്നെ, ഇതിന്റെ ബാക്കിലുള്ള ഈ സംഭവം കണ്ടിട്ട് മറ്റേ ക്യാൻഡി ക്രഷ് ഗെയിമില്ലേ, അതിലാ ഇതുപോലെ ഉണ്ട്. ഓക്കെ, ഒന്നാളല്ലേ. ഓക്കെ, ആരാണ്? ശ്രീഹരിയാ? ശ്രീഹരി, can you please read this for me? Periscope is the instrument which is produce multiple reflections and color gas. Okay. Color particle. Okay, yes. കളേർഡ് ഗ്ലാസ് പീസസിൻ്റെ അല്ലെങ്കിൽ കളേർഡ് പ്ലാസ്റ്റിക് പീസസിൻ്റെ ഒക്കെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കെലഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തരുന്നു, അത്രേ ഉള്ളൂ. എന്തിൻ്റെ, നമ്മൾ എന്താണോ അതിനകത്ത് ഇടുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നമുക്ക് തരും. ചിലപ്പോൾ അത് കളേർഡ് ഗ്ലാസ് പീസസ് ആയിരിക്കും, അല്ലെങ്കിൽ കളേർഡ് പ്ലാസ്റ്റിക് പീസസ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇടുന്നത് ചിലപ്പോൾ 1-2 പീസസ് ആയിരിക്കും, പക്ഷെ നമുക്ക് ഇതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പാറ്റേൺ കണ്ടോ, ഇതുപോലെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് അവിടെ 3 മിറേഴ്സ് ഉണ്ട്. 3 മിറേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കെലഡോസ്കോപ്പ് ഉണ്ടാക്കുന്നത്. ആ 3 മിറേഴ്സ് തമ്മിൽ പരസ്പരം ഇങ്ങനെ ഈച്ച് അതർ എന്ത് ചെയ്യുന്നു, അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കെലഡോസ്കോപ്പ് സെറ്റ് ആണ് ഡെഫിനിഷൻ എങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാം. കെലഡോസ്കോപ്പിന്റെ ഡെഫിനിഷൻ സെറ്റ് ആണെങ്കിൽ ഒന്നുമില്ല, ഗ്ലാസ് പീസസിന്റെ ഒക്കെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തരുന്നു, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വേഗം എഴുതിയെടുക്കാം. എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്കൊരു കെലഡോസ്കോപ്പ് ഉണ്ടാക്കാം. എനിവൺ, ആരുടെയെങ്കിലും കയ്യിലുണ്ടോടാ? അങ്ങനെയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു. കെലഡോസ്കോപ്പ് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ടല്ലോ, എയർലൈൻ്റെ കയ്യിലുണ്ടല്ലോ. വിളിച്ചെന്ന്. വേറെ ആരുടെയും കയ്യിലില്ല? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഡിമാൻഡാണോ? എന്താ? എവിടെ പോയി എടുക്കണം? റൂം വരെ പോകാൻ എത്ര സമയം എടുക്കും? 1 മിനിറ്റ് സമയം. 1 മിനിറ്റ് തന്നിരിക്കുന്നു, വേഗം എടുത്തിട്ടോ. 1 മിനിറ്റിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, വേഗം എടുത്തിട്ടോ. യെസ്. അപ്പം നമുക്കേ, എൻ്റെ കയ്യിൽ ഒരെണ്ണുണ്ടായിരുന്നു, ഞാൻ പണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് കൊണ്ടുവരാൻ പാകത്തിനുള്ള ഒരു ഗുമ്മില്ല അതിന്, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. പഴയതാണല്ലോ, അപ്പം അതിൻ്റെ പൊട്ടുപൊടിയൊക്കെ പോയി. സോ അതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. അപ്പം നമുക്ക് എയർലൈൻ എന്നുമ്പോ എടുത്തിട്ട് ഒപ്പി കുടിക്കാം. ഒന്നുമില്ല. അപ്പോൾ അതേ ബാക്കി പോയിന്റ്സ് കൂടി ഒന്ന് നോക്കാം. എ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ മിറേഴ്സ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ടു വൺ അനദർ ഈസ് യൂസ്ഡ് ഇൻ എ കെലഡോസ്കോപ്പ് ടു മേക്ക് ന്യൂമറസ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ്.
ഇപ്പം എന്തുണ്ടായെന്ന്. 1 മിനിറ്റിന് മുമ്പ് വന്നല്ലോ അല്ലേ? 1 മിനിറ്റ് എടുത്തില്ലല്ലോ. ആ ദേ ഇതവിടെ ആരാണ് എനിക്ക് കാണിച്ചു തരുന്നത്? ഇതപ്പുറം ആ സിസ്റ്റം നോക്കി, അത് കണ്ടോ? ആരാണത്? ഋഗ്വേദ്. റഷ്ദാൻ, നീ എന്തിലാണത് ചെയ്യുന്നത്? വാച്ചിലോ? കാലഡോസ്കോപ്പ് വേണം. എന്തായാലും കൊള്ളാം സംഭവം, പാറ്റേൺസ് വന്നു അടിപൊളിയായിട്ട്. ഓക്കെ, എയർലൈൻ എവിടെയത്? ആ യെസ്, ഒന്ന് കാണിക്കാം കേട്ടോ, നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ യെസ്. അപ്പോൾ ഞാൻ അടുത്ത പോയിന്റ് ഒന്ന് വായിക്കാം. എ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ മിറേഴ്സ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ടു വൺ അനദർ. അതായത് നമ്മൾ 3 മിറേഴ്സ് എടുക്കും. ഈ 3 റെക്റ്റാങ്കിൾ ഷേപ്പുള്ള മിറേഴ്സ് എടുത്തിട്ട് അത് പെർട്ടിക്കുലർ ആംഗിളിൽ 3 മിറേഴ്സിനെയും ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വെക്കും. നമുക്കറിയാം ആംഗിൾസ് മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് വരുന്നുണ്ട്? നമ്പർ ഓഫ് ഇമേജസിൽ വ്യത്യാസം വരുന്നുണ്ട്. സോ അങ്ങനെ ആംഗിൾ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ്, ന്യൂമറസ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് നമുക്ക് കലഡോസ്കോപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ആംഗിളിലാണ് ഇമ്പോർട്ടൻസ്. പയസ്, കോൾ പയസ്. Yes, Payas, shoot. Shoot. ഈ കലഡോസ്കോപ്പ് പ്ലാസ്റ്റിക് ഇത് വെച്ചുണ്ടാക്കാൻ പറ്റുമോ? ബോട്ടിൽസ് നമ്മൾ മിറേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് നോർമലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം മിറേഴ്സിലാണല്ലോ റിഫ്ലക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആ വീഡിയോ കാണുമ്പോൾ കുറച്ച് മനസ്സിലാവും എങ്ങനെയാണ് ആ കാലഡോസ്കോപ്പ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഓക്കെ യെസ്, കാലഡോസ്കോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. വെയിറ്റ്, ആപ്ലിക്കേഷൻ ആണെന്നുള്ള മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഈ ഡെഫിനിഷൻ ഒന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ മിറേഴ്സ് ഡിഫറെൻറ്റ് ആംഗിളിൽ വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഇമേജസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതൊന്ന് ഓർത്തിരിക്കാം. കാലഡോസ്കോപ്പ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാ, സിംഗിൾ ഹാൻഡ്. ഓക്കെ, മനസ്സിലായി. ഓക്കെ സെറ്റ്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്നതല്ല, ആരോ ഒരാൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. ഒരു 3 റെക്റ്റാങ്കുലർ മിറേഴ്സ് എടുത്തിട്ടുണ്ട്. അതിനൊരു ടേപ്പ് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്തു. ദെൻ ഈ ഒരു ആംഗിളിൽ ഒരു പ്രിസം ഷേപ്പ് ആംഗിൾ കണ്ടോ, ഒരു പ്രിസം ഷേപ്പിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നു. നന്നായിട്ടത് ടേപ്പ് ചെയ്തു. കണ്ടോ, പ്രിസം ഷേപ്പിലാണ്. മിറേഴ്സ് ഉള്ളിൽ വരണം കേട്ടോ. അങ്ങനെ വേണം നമ്മളതിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. മിറേഴ്സ് പുറത്ത് വരരുത്. ദെൻ നമ്മൾ അതിലേക്ക് കുറച്ച് കളർഫുൾ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം കുറേ പാറ്റേൺസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്തു. എന്നിട്ട് അവരെന്തൊക്കെയോ ഒരു കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്ത് ഭംഗിയാക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഡെക്കറേഷനൊക്കെ വരുത്തുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. കണ്ട എന്തൊക്കെയോ HI∞X മാക്സാ. ഓക്കെ യെസ്, കണ്ടോ. ഇപ്പോൾ അതിനകത്ത് ആ പാറ്റേൺസ് ഫോം ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മിറേഴ്സ് ഒരു 3 റെക്റ്റാങ്കിൾ മിറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു കാലഡോസ്കോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആരെങ്കിലും ഇനി അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? കാലഡോസ്കോപ്പ് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചേ. യെസ്, ദൈവാനേക്കാം മിസ്സേ, ഇന്ന് തന്നെ ഉണ്ടാക്കാം മിസ്സേ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും അത് വീട്ടിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. യെസ്, എനിവേസ്, അപ്പോൾ എനിക്ക് ആ കാലഡോസ്കോപ്പ് കൊണ്ടുവന്ന ആളൊന്ന് എടുത്തന്ന്. എയർലൈന് വേർ ഇസ് മൈ എയർലൈൻ? വന്നേ ഒന്ന് കാണി ഗൈസ്, എൻ്റെ കൈ പിടിച്ച് നടക്കൂ. ഓക്കെ, ഈ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് കാണാനായിട്ട് ഭംഗിയുള്ള ഒരു നല്ലൊരു വിഷ്വൽ കൂടി ഉണ്ട്. അതെന്താണത്? എന്താ ഇവിടെ കാണുന്നത്? ഈ ആർക്ക് ഷേപ്പിൽ വിളിച്ചു സാർ എടുത്താളാ മിലി. യെസ്, ഇതെന്താ ഈ ആർക്ക് ഷേപ്പിൽ കാണുന്നത്? ഗുഡ് ഈവനിങ്. റെയിൻബോ ആണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഹൗ ഡസ് എ റെയിൻബോ ഫോം? എങ്ങനെയാണ് ഈ റെയിൻബോ ഒക്കെ ഫോം ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് ഇത്രയും കളേഴ്സ് ഇങ്ങനെ നമ്മളുടെ സ്കൈയിൽ കാണുന്നത്? ഇങ്ങനെയൊക്കെ കുറേ എന്താ പറയുക കാര്യങ്ങൾ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ടിരുന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കുറേ പേർക്ക് ഇപ്പോൾ അറിയാവുന്നതായിരിക്കും. കാരണം നമ്മൾ 7th പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ 7th റെയിൻബോ ഫോം ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. 7th ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർ. കണ്ടോ, കുറച്ച് പേര് പഠിച്ചിട്ടുണ്ട്, കുറച്ച് പേര് പഠിച്ചിട്ടുണ്ട് എന്നിട്ടും വേവ് ചെയ്യാത്തവരുണ്ട്.
ഇനി എങ്ങാനും മിസ് ചോദിച്ചാലും മിസ്സേ ഞാൻ ഇന്നലെ പഠിച്ചവരെ എനിക്ക് ഓർമ്മയില്ല മിസ്സേ, പിന്നീട് ഞാൻ 7th പഠിച്ചത് ഓർക്കാൻ പോണേന്ന്. ഓക്കെ, എനിവേസ് നമ്മൾ റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നു, അതിന്റെ പിന്നിലുള്ള ഫിനോമിനൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആയോ? ഇല്ല, സമയമുണ്ട്. ഓക്കെ, യെസ്, അതിനുമ്പോ ഒരാളെ കൂടി വിളിച്ചു സാർ. ഇന്ന് നമുക്ക് കുറെ വിശേഷങ്ങളുണ്ടല്ലേ, ഇന്ന് സെലിബ്രേഷൻ ഇല്ലേ നമുക്ക്? ഇന്ന് ചെറിയ സെലിബ്രേഷൻ ഉണ്ട്. എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, വിളിച്ചോ. അലൻ എന്തേ? ഓക്കെ, അലൻ ഇന്ന് ബ്രേക്ക് ഇല്ല, സെലിബ്രേഷൻ ആയതുകൊണ്ട് ബ്രേക്ക് ഇല്ല. ഇനി പ്രോബ്ലം? കുഴപ്പമില്ലല്ലോ. ബ്രേക്ക് വേണോ? അലൻ പറഞ്ഞാ ചിലപ്പോ നമുക്ക് പരിഗണിക്കാം അല്ലേ? അലൻ എന്ത് പറയുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നീ പറ, ബ്രേക്ക് വേണോ വേണ്ടേ? ബ്രേക്ക് വേണ്ട. ഓ, അതിന്റെ അർത്ഥം വേണമെന്നാണല്ലേ? ഞാൻ പെട്ടെന്ന് സന്തോഷിച്ച് ബ്രേക്ക് വേണ്ടേ, ഓ വാവ് എന്നൊക്കെ. ഓക്കെ, യെസ്, നമ്മള് മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ 2 ആപ്ലിക്കേഷൻസ് പഠിച്ചില്ലേ? അതെന്തൊക്കെയായിരുന്നു? പേരൊന്ന് പറഞ്ഞേ രണ്ടിന്റെ. ചേട്ടാ ഇപ്പൊ പഠിപ്പിച്ചോളൂ, പേര് പറയടാ. ഒന്ന് P തുടങ്ങുന്നത്, ഒന്ന് K തുടങ്ങുന്നത്. പെരിസ്കോപ്പും. ഓക്കെ, രണ്ടും എന്താണെന്ന് മനസ്സിലായല്ലോ, അതിന്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, സെറ്റാണ്. ഓക്കെ, ടെൻഷനായി പോയി ഞാൻ. ഓക്കെ, ഇനി നമ്മൾ നേരെ പഠിക്കാൻ പോകുന്നത് റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുമ്പ് ഒരാളെ കൂടി വിളിച്ചു സാർ. നവമി. എന്ത്? റെയിൻബോയിൽ എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. ഓക്കെ, 7 കളേഴ്സ് ഉണ്ട്. അടുത്ത ആൾ വിളിച്ചു സാർ. റെയിൻബോയിലെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട്. ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടെങ്കിലും ചോദിക്കാമല്ലോ. ഓക്കെ, അദ്വൈത, റെയിൻബോയിലെ കളേഴ്സ് ഏതൊക്കെയാണ്? 7 കളേഴ്സ് ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞടാ. റെയിൻബോയിലെ 7 കളേഴ്സ്. ഓറഞ്ച്. എവിടെ നിന്നൊക്കെയാണ് പറയുന്നത്? ഓറഞ്ച്, യെല്ലോ, പർപ്പിളാ. പറഞ്ഞു കൊടുക്കല്ലേ സാർ? വേറെ ഉണ്ടല്ലോ, ഓറഞ്ച് ഓക്കെ, യെല്ലോ ഓക്കെ, ദെൻ പർപ്പിൾ ഇല്ലട്ടാ. നീ ഔട്ട്. ഗ്രീൻ. ഓക്കെ, 3 എണ്ണമായി. 7 കളേഴ്സ് ഉണ്ട്. ഇനി 4 മോർ ലെഫ്റ്റ്. ബ്ലൂ, വയലറ്റ്, 2 എണ്ണം കൂടെ ഉള്ളൂ. ഇൻഡിഗോ, ലാസ്റ്റ് വൺ റെഡ്. വെരി ഗുഡ്. ഒരു ഓർഡറിലാണ്ട് പറഞ്ഞെങ്കിലും പർപ്പിൾ കയറി വന്നപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പർപ്പിളോ? പിന്നെ അവനങ്ങ് കറക്റ്റായിട്ട് എല്ലാത്തിനെയും പറയുകയും ചെയ്തു. അതെന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? എന്തായിരുന്നു? ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, എനിവേ 7 കളേഴ്സ് ആണ് നമ്മുടെ റെയിൻബോയിലുള്ളത്. അതെങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്, എങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്, ഇതെല്ലാം ഇപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? എവിടെ പോവാം? പോണോ? വേണ്ട അല്ലേ? ഒരു ചെറിയ ബ്രേക്കിന് പോകാം. 10 minutes കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നത്. എന്താണ് ആ കളേഴ്സിന്റെ പാറ്റേൺ വരുന്നത്, ഇതിന്റെ പിന്നിലുള്ള ഫിനോമിന എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഹിബ മിസ് വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നെവർ മൈൻഡ്. ഓക്കെ, യെസ്. അപ്പോൾ റെയിൻബോ പഠിക്കാൻ പോവാണ്. ഹൗ മെനി കളേഴ്സ് ആർ പ്രസന്റ് ഇൻ എ റെയിൻബോ? ഈ ക്വസ്റ്റൻ അങ്ങ് നേരെ എഴുതി വെച്ചോ. വേണമെങ്കിൽ ഒരു റെയിൻബോ ഒക്കെ വരച്ചു വെച്ചോ, കളറൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ വേണ്ട കേട്ടോ, ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് വരക്കാം. ദെൻ നമുക്ക് കളറൊക്കെ കൊടുത്ത് പിന്നെ വരക്കാം. ഓക്കെ, ഹൗ മെനി കളേഴ്സ് ആർ പ്രസന്റ് ഇൻ എ റെയിൻബോ? വി നോ ദാറ്റ് ദർ ആർ 7 കളേഴ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, റെയിൻബോയില് 7 കളേഴ്സ് ഉണ്ട്. ആ 7 കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒരാൾ ഓർഡർ തെറ്റിച്ച് നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. ഇനി നമുക്ക് ഓർഡറിൽ ഒന്ന് പഠിക്കാം ഏതൊക്കെയാണ് ആ 7 കളേഴ്സ്. ഓക്കെ, യെസ്. വേഗം വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് വീക്ക് ഞാൻ തലറങ്ങി വീണെന്ന് പറഞ്ഞായിരുന്നില്ലേ? ഇപ്പൊ ദേ പുറത്ത് വന്നതിനെ കുറച്ച് പേര് കളിയാക്കുന്നു ഇങ്ങനെ കാണിച്ചോണ്ട്. ഓക്കെ. എടാ തൻവിക്കൂട്ട, നമുക്ക് ഡാൻസ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ നമുക്ക് കുറച്ച് പോർഷൻസ് തീർക്കാനുള്ള ഇതായതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പൊ 7 കളേഴ്സ് ആണുള്ളത്. ആ കളേഴ്സ് എന്ന് പറയുന്നതാണ് വിബ്ജിയോർ. ആ സാറിന് അറിയാലോ, വിബ്ജിയോർ ആണ് ആ കളേഴ്സ് കേട്ടോ. ഇതിൽ ഓരോ കളേഴ്സും, അതായത് ഓരോ ലെറ്റേഴ്സും ഓരോ കളേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. V4 ആരായിരിക്കും? വിളിച്ചോ സാർ. V4
വിക്ടറി അല്ല, വി ഫോർ വിക്ടറി അല്ല, നമുക്കിവിടെ വി ഫോർ ആദിദേവ്. വി ഫോർ ആദിദേവാ? ആദിദേവ് പറയൂ, ബി ഏത് കളറായിരിക്കും? വയലറ്റ്. ഓഫ് കോഴ്സ്, ബി എന്ന് പറയുന്നത് വയലറ്റ് കളറാണ്. അടുത്ത ആൾ വിളിച്ചോ സാർ. അടുത്ത ഏതാ ലെറ്റർ? ഐ അല്ലേ? ഉസാൻ. ഉസാൻ. ഒന്ന് അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആക്കി വെച്ചേ. ഓക്കെ, യെസ്. I4. ഐ ഏത് കളറാ? ഇൻഡിഗോ. യെസ്, വെരി ഗുഡ്. ഐ ഇൻഡിഗോ. അടുത്ത ആൾ വിളിച്ചു സാർ. ബി വെച്ച് കൊടുക്കുന്ന ആരുമില്ല ഇവിടെ? ഫൗസാൻ. ഫൗസാൻ B4 അല്ല, വി അല്ല, ബി. B4. ബ്ലൂ. യെസ്, വെരി ഗുഡ്. B4 ബ്ലൂ ആണ്. നെക്സ്റ്റ് ജി ആണ്. ജി വെച്ച് ആരെങ്കിലും ഉണ്ടോ സാർ? ആരുമില്ല. ഓക്കെ, എന്നാൽ ആര് വേണമെങ്കിലും വിളിച്ചോ. G4. റുഷാൻ. ജി ഏത് കളറായിരിക്കും? ഹലോ, ജി ഏത് കളറായിരിക്കും? ഗ്രീൻ. ഗ്രീൻ. യെസ്, വെരി ഗുഡ്. G4 ഗ്രീൻ. ഓക്കെ, അടുത്ത ആള്. വൈ. വൈ വെച്ച് വൈഗ. വൈഗ എങ്ങനെ വൈയാവുന്നത്? അത് വി അല്ലേ? ഇതാണ് വൈഗയുടെ സ്പെല്ലിങ്. വൈ. ഓക്കെ, വൈ എവിടെയെങ്കിലും വന്നാ മതിയാ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഓക്കെ, വൈ. വൈ. ഓക്കെ, യെസ്. അപ്പൊ Y4. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. Y4 ഏത് കളറാണ്? യെല്ലോ. യെസ്, വെരി ഗുഡ്. Y4 യെല്ലോ. നെക്സ്റ്റ് ഓ വെച്ച് ആരെങ്കിലും ഉണ്ടോ സാർ? ഓ ഇല്ല. ഓ ഇല്ല. ശേ, എന്നാ അടുത്ത ആരെങ്കിലും വിളിച്ചോ. ഫാത്തിമ. O4 വിച്ച് കളർ? ഓറഞ്ച്. യെസ്, ഓ നമുക്ക് ഓറഞ്ച് ആണ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആറ് വെച്ച് ആരെങ്കിലും ഉണ്ടോ സാർ? കുറെ പേരുണ്ട്. ഋഷാനെ തന്നെ വിളിക്കണോ? ഓൾറെഡി വിളിച്ചാണ്. അടുത്ത വിളിച്ചോ. ആർ. 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 ആർ വെച്ച് കുറെ പേരുണ്ടല്ലോ. റോഹൻ. ഓക്കെ, റോഹ. R4. ഹലോ, യെസ്. R4 റെഡ്. യെസ്, ഓക്കെ. അപ്പൊ ദേ ഈ ഒരു ഓർഡറിൽ വിബ് ജിയോർ എന്നുള്ളത് മറക്കാനേ പാടില്ല. എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും റെയിൻബോയിലുള്ള കളേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാത്തവരൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാം റെയിൻബോ ഉള്ള കളേഴ്സ് ഇറ്റ്സ് വിബ് ജിയോർ എന്ന് പറയാം. അപ്പോൾ ഒരു വിബ് ജിയോർ അങ്ങനെ ഒരു കളർ ഉണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്കറിയാം അതെന്തൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. 7 കളേഴ്സ് ആണ്. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഏതൊക്കെ കളേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോവരുത്. ഓക്കെ, യെസ്. അപ്പോൾ ഞാനത് ഇവിടെ വിബ് ജിയോർ തന്നെ കൊടുക്കാം. കണ്ട, വിബ് ജിയോർ. ആ കളേഴ്സും എഴുതി വെക്കാം. 7 കളേഴ്സ്. ഇനി ഈ 7 കളേഴ്സ് എങ്ങനെ ഉണ്ടായി? എവിടെ നിന്നാണ് ഈ 7 കളേഴ്സ് വരുന്നത്? ഇതൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ചെറിയ കൺഫ്യൂഷൻസ്. ഈ 7 കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ലൈറ്റ് ആണ്, വൈറ്റ് കളറാണ്. വൈറ്റ് കളർ എന്ന് പറയുന്നത് ഈ 7 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, വൈറ്റ് കളർ എങ്ങനെ ഫോം ചെയ്യുന്നത്? ഈ 7 കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് വൈറ്റ് കളറായിട്ട് അത് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇത്രയും 7 കളേഴ്സ് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വൈറ്റ് കളറായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധാരണ വൈറ്റ് ലൈറ്റ് ഇല്ലേ, നമ്മുടെ സൺ വൈറ്റ് ലൈറ്റ് ആണ് അത് തരുന്നത്. ആ വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റായി മാറുന്നതാണ് ഈ 7 കളേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആ സ്പ്ലിറ്റ് ആവുന്ന ഫിനോമിന, അതെങ്ങനെ സ്പ്ലിറ്റ് ആവുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഫിനോമിനയുടെ പേരാണ് ഡിസ്പേർഷൻ. കേട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ തമ്പ് കാണിച്ചോടാ. ഡിസ്പേർഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഐഷ പവർ കാണിക്കാൻ വരും, ഫിദ പവർ കാണിക്കാൻ വരുന്നു. അപ്പോൾ ഡബിൾ തമ്പ് ആക്കി കളഞ്ഞു ഞാൻ. ഓക്കെ, യെസ്, കേട്ടിട്ടുണ്ട്. ഡിസ്പേർഷൻ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. യെസ്, ഇനി ഡിസ്പേർഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഒരാൾ വിളിച്ചു സാർ, ഡിസ്പേർഷൻ എന്താണെന്നൊന്ന് നമുക്കൊന്നേ ഫിദനെ തന്നെ വിളിക്കാം. ആണോ? പാട്ട് പാടാന്ന് പറഞ്ഞു പോകുന്ന ഒരാളെ നമ്മൾ വിട്ട് കളയാറില്ല. പാട്ടിന്ന് പാടുന്നുണ്ടോ? പ്രിപ്പയർഡ് അല്ല അല്ലേ? പ്രിപ്പയർഡ് ആണോ? പാട്ട് പാടാൻ പ്രിപ്പയർഡ് ആണോ? അല്ല. ആണ്. അല്ല. ഉറപ്പിച്ചു പറ, എന്താണ്? അല്ല. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിലത്തേക്ക് ഇല്ല, എക്സാം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ പിന്നെ അടുത്ത ക്ലാസ്സിലത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. ഈ ഡിസ്പേർഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? എന്താ ഡിസ്പേർഷൻ? ഓർമ്മയുണ്ടോ? 7th പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കൂ, പഴയ കാലത്തിലേക്ക് ഒന്ന് പോകൂ.
കിട്ടുന്നില്ല ഓക്കെ യെസ്. അപ്പോൾ കുഴപ്പമില്ല. കൃത്യമായിട്ട് ഓർമ്മയില്ല. കൃത്യമായിട്ട് ഓർമ്മയുള്ള ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. ഡിസ്പേർഷൻ ഓർമ്മയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. 3 പാർട്ടിസിപ്പൻസ് റേസ് ഹാൻഡ്. ആ 3 പേരിൽ അപ്പോൾ 5 6 കുറേ പേരായി. ഓക്കെ വിളിച്ചോ. ഏബൽ യെസ് പറഞ്ഞോ. ഡിസ്പേർഷൻ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? യെസ് വെരി ഗുഡ്. വൈറ്റ് ലൈറ്റിന് നമ്മളൊരു പ്രിസത്തിലേക്ക് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രിസത്തിൽ നിന്ന് പിന്നെ അത് പുറത്തേക്ക് പോകുന്നത് സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും. 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ആൻഡ് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ 7 കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള കളറാണ്. ഓക്കെ അപ്പോൾ ഡിസ്പേർഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഒരാൾ വിളിച്ചു സാർ വായിക്കാൻ. അമാൻ. എ മാൻ അല്ലേ? എ മാൻ. അമാൻ. യെസ് read this for me. The splitting up of white light into 7 colors on passing through a transparent medium like a glass prism is called dispersion of light. Okay, very good. Yes. The splitting up of white light. White light split ആവുന്ന ഫിനോമിനൻ. അത്രേ ഉള്ളൂ ശരിക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ white light സ്പ്ലിറ്റ് ആവുന്ന ഫിനോമിനൻ. The splitting up of white light into 7 colors. Okay, എത്ര കളേഴ്സ് ആണ് സ്പ്ലിറ്റ് ആവുന്നത്? 7 കളേഴ്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. എപ്പോഴാണ് സ്പ്ലിറ്റ് ആവുന്നത്? ഓൺ പാസിംഗ് ത്രൂ എ ട്രാൻസ്പാരന്റ് മീഡിയം ലൈക്ക് എ പ്രിസം. ഒരു ഗ്ലാസ് പ്രിസം പോലെ ഉള്ള ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള മീഡിയത്തിൽ കൂടെ വേണം കടത്തിവിടാൻ. ഓക്കെ, ഗ്ലാസ് പ്രിസം പോലെയുള്ള ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിൽ കൂടെ നമ്മൾ അതിനെ പാസ് ചെയ്യിക്കുമ്പോൾ 7 കളേഴ്സ് ആയിട്ട് വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ആവുന്ന ഫിനോമിനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ക്ലിയർ ആണ്? സെറ്റ് ആണെങ്കിൽ മാത്രം ജസ്റ്റ് ക്ലാപ്പ്. സാറിന് മനസ്സിലായോ? ഓക്കെ അപ്പോൾ സാറും ക്ലാപ്പ് ചെയ്തിട്ടാ. ഓക്കെ സെറ്റ് ആണ്. ഫഹീം ഓക്കെ ആണോ? ഓക്കെ യെസ്. നിനക്ക് വേണ്ടി ഞാൻ കൈയടിച്ചിരിക്കുന്നു. ഓക്കെ യെസ്. ഓക്കെ അപ്പോൾ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു 7 കളേഴ്സ് ഓൺ പാസിംഗ് ത്രൂ എ ട്രാൻസ്പാരന്റ് മീഡിയം ലൈക്ക് എ ഗ്ലാസ് പ്രിസം. അല്ലെങ്കിൽ പാസിംഗ് ത്രൂ എ ഗ്ലാസ് പ്രിസം എന്ന് എഴുതിയാലും മതി കേട്ടോ, കുഴപ്പമില്ല. പാസിംഗ് ത്രൂ എ ഗ്ലാസ് പ്രിസം എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഗ്ലാസ് പ്രിസത്തിൽ കൂടെ നമ്മൾ പാസ് ചെയ്യിക്കുമ്പോൾ 7 കളേഴ്സ് ആയിട്ട് വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനയാണ് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു വൂണ്ട്. എന്ത് പറ്റിയതാ ആയിഷ കൈക്ക്? അല്ലേ, കയ്യിൽ എന്തോ പ്രശ്നം ഉണ്ടായി. ബാൻഡേഡ് ഉണ്ടായിരുന്നല്ലേ? യെസ്. ഓക്കെ യെസ്. ഇനി ജസ്റ്റ് നമ്മൾ ആ പ്രിസത്തിൽ കൂടെ വൈറ്റ് ലൈറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവില്ലേ? ആ കളേഴ്സിന്റെ ഒരു ഓർഡറും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, വിബ്ജിയോർ ആണ് നമ്മുടെ ഓർഡർ. ആ വിബ്ജിയോർ മുകളിൽ നിന്ന് താഴോട്ടാണോ താഴെ നിന്ന് മുകളിലോട്ടുള്ളതാണ് നമ്മുടെ ആകെയുള്ള കൺഫ്യൂഷൻ. അപ്പോൾ അതേ നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 1 to 7 നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്, അങ്ങനെ 7 വരെ ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെ, അതായത് ഏറ്റവും താഴേക്ക് പോകുന്നതായിരിക്കും നമ്മുടെ വയലറ്റ്. ഓക്കെ, ഏറ്റവും താഴെ വരുന്നതായിരിക്കും വയലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുകളിലോട്ട് നമ്മൾ വിബ്ജിയോർ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. IBGYOR. ഓക്കെ, ഏറ്റവും മുകളിൽ റെഡ്, ഏറ്റവും താഴെ വയലറ്റ്. ഈ ഒരു ഓർഡർ കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും താഴേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നത്, ഏറ്റവും താഴേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും വയലറ്റ്. ഏറ്റവും മുകളിൽ റെഡ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ബാക്കി എല്ലാവരും ഫിൽ ചെയ്ത് കൊടുക്കാം. വിബ്ജിയോർ എന്നുള്ള ഓർഡർ പഠിച്ചാൽ മതി. ഇപ്പോൾ പാട്ടിൽ ഇമ്പ്രൂവ് ആയി. ഓക്കെ യെസ്. എഴുതി കഴിഞ്ഞോ? ഇത് വരച്ച് എഴുതി കഴിഞ്ഞവരെല്ലാവരും ഒന്ന് വേവ് ചെയ്തേടാ നോക്കട്ടെ. യെസ്, ആൽവിന. ഓക്കെ സെറ്റ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ അൺമ്യൂട്ട് ചെയ്തേടാ, ആള് പെട്ടെന്നേ. യെസ്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെ വരുന്ന ഏത് കളറായിരിക്കും? ഏറ്റവും മുകളിൽ ആ കളേഴ്സ് ഏതൊക്കെയാണ്? ആ പേരൊന്ന് പറഞ്ഞേ. കോഡ് കോഡ് അവരെ വിളിക്കുന്ന പേര് കോഡ്.
വിബ്ജിയോർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. യെസ്, അടുത്ത ആൾ വിളിച്ചു സർ. അനിക്ക. അനിക്ക, നമ്മുടെ ഡിസ്പേർഷൻ ഒന്ന് പറഞ്ഞേ. ഡിസ്പേർഷൻ. വൈറ്റ് ലൈറ്റ് 7 കളറാവുന്നതാണ് മിസ് ഡിസ്പേർഷൻ. എപ്പോ, എങ്ങനെ, ഏതി കൂടെ 7 കളറാവുന്നതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും നല്ല അടിപൊളി ഡെഫിനിഷൻ കൊടുത്തിട്ടെ അതങ്ങ് സിമ്പിൾ ആക്കി കളഞ്ഞു. ഓക്കെ, എന്തായാലും അടിപൊളി. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നമുക്ക് നേരെ ഇതെങ്ങനെയാണ് റെയിൻബോ ആവുന്നതെന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് സിമ്പിൾ ആൻസർ ആണ്, ഒന്നുമില്ല. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മൾ ഈ കാണുന്ന അറ്റ്മോസ്ഫിയറിൽ ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി എക്സ്പെഷ്യലി നമ്മൾ റെയിൻബോ കാണും, മെയിനായിട്ട് നമ്മൾ റെയിൻബോ കാണുന്ന ഏത് ടൈം ആയിരിക്കും അറിയോ? മഴ പെയ്യാൻ പോകുന്ന ടൈം ആയിരിക്കും. ഇവിടെ ഇടിയും മഴയും പെയ്യാൻ പോകുന്നുണ്ട്. ബിലാലെ, എന്താ കൂട്ടുകാരെ കയ്യിൽ? മഴ മാത്രമല്ല, ഇവിടെ ഇടിവെട്ടും മിന്നലും വരാൻ പോവാണ്. ബിലാൽ, എന്തുവാണ് കയ്യില്? ഏത്? മറ്റേ ഹോൾ ഇടുന്നതല്ലേ? ആ, അത് വെച്ച് ഇപ്പൊ എത്ര ഹോൾ ഇട്ടേ? ഒന്ന് എണ്ണി പറഞ്ഞേ വേഗം. ആഹാ, കൊറേ ഹോളായല്ലോ. ആ ഹോൾ എണ്ണിട്ട് അത്രയും ടൈംസ് നമുക്ക് ഇമ്പോസിഷൻ കൊടുക്കാം. ഡിസ്പോഷൻ. ആ, അത് കൊള്ളാം, അത് കൊള്ളാം. ആ ഹോൾ ഒന്ന് വേഗം എണ്ണി പറയാം. അപ്പൊ പറയോട്ടെ മിസ് 5 എണ്ണം, 5 ഹോള്. എടാ, ഞങ്ങൾ കണ്ടതാണ്, അതിന്റെ 100 ഹോൾ എന്തോ ഉണ്ട്. ഒന്ന് സ്ക്രീനിൽ കാണിച്ചത്. ഫുള്ള് കാണിക്ക്. അത് സാർ ഒന്ന് എണ്ണി വെച്ചേക്കട്ടാ. സാർ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സാറിന് കറക്റ്റ് കൗണ്ട് കിട്ടും. അപ്പൊ നീ ആ കറക്റ്റ് കൗണ്ട് എണ്ണിയിട്ട് അത്രയും ടൈംസ് ഡിസ്പേർഷൻ ഇമ്പോസിഷൻ എഴുതിയിട്ട് ഇന്ന് രാത്രി എഴുതി കിടന്ന് ഉറങ്ങാം. ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് നിൽക്കണം കേട്ടോ. എനിക്ക് ഇത് ഇമ്പോസിഷൻ കൂട്ടണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ. മൂക്കിരിക്കുന്നു നോക്കി. അപ്പൊ സാറ് എണ്ണാണോ? ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാർ കേട്ടോ. അത് എണ്ണാണ്. നിങ്ങളിത് എഴുതാട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എസ്പെഷ്യലി മഴ പെയ്യാൻ പോകുന്ന സമയത്തൊക്കെ കുറേ ഡ്രോപ്ലെറ്റ്സ്, അതായത് നമ്മുടെ കുറേ വാട്ടർ വേപ്പേഴ്സ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. ഈ വാട്ടർ വേപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ടൈനി പ്രിസംസ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പ്രിസം കണ്ടില്ലേ? അതുപോലെ ചെറിയ പ്രിസംസ് ആയിട്ടായിരിക്കും ഈ പറയുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആക്ട് ചെയ്യുന്നത്. പ്രിസം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ട്രയാങ്കിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് മീഡിയം ആയാൽ മതി. സോ നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സും അതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യും. അതിൽ കൂടെ നമ്മുടെ വൈറ്റ് ലൈറ്റ് വന്നു കഴിയുമ്പോൾ ആ പ്രിസത്തിൽ തട്ടി അത് പല കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആയി പോകും. അങ്ങനെയാണ് നമുക്ക് റെയിൻബോ ആയിട്ട് അത് കാണാനായിട്ട് പറ്റുന്നത്. മനസ്സിലായി? റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായെങ്കിൽ മാത്രം ഒന്ന് ഡബിൾ തമ്പ് കാണിച്ചിടാം. എങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്? പൗർണമിയുടെ കയ്യിൽ ഒരു തമ്പുള്ളൂ, ഇപ്പം 2 തമ്പായി. ഓക്കെ, യെസ്, ഓക്കെ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് അല്ലേ? എപ്പോഴാണ് സ്പ്ലിറ്റ് ആവുന്നത്? നമ്മുടെ ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ആവുന്നു. അങ്ങനെയാണ് അത് റെയിൻബോ ആയിട്ട് മാറുന്നത്. വേഗം എഴുതിക്കോ. എഴുതി കഴിഞ്ഞിരിക്കുന്നവരാണോ ഈ നഖത്തിന്റെ ഭംഗിയൊക്കെ നോക്കുന്നത്? ആയിഷ, ഓക്കെ, യെസ്. എഴുതി കഴിഞ്ഞിരിക്കുന്നവർ അപ്പം തന്നെ അത് വായിച്ച് പഠിക്കുക കേട്ടോ. അപ്പം എനിക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. വെറുതെ ഇരിക്കുന്ന കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്താ അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ഫാത്തിമ ജന്നത്തിന്റെ ഫാൻ ബേസ് ആണ്, ഫാൻ ബേസ് അല്ലേ? എന്തൊരു ഫാൻസാ. എവിടെ അയ്യോ നോക്കട്ടെ ട്ടാ. ഇറ്റ് ഈസ് ഫോംഡ് വെൻ വൈറ്റ് ലൈറ്റ് ഫ്രം സൺ പാസസ് ത്രൂ ടൈനി പ്രിസം ലൈക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആൻഡ് സ്പ്ലിറ്റ്സ് ഇൻ 2 ഡിഫറെൻറ്റ് കളേഴ്സ്. ഐ കുഡിൻറ്റ് ഫൈൻഡ് എനി. ഇവിടെയാണോ കേട്ടോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഒരാൾ വിളിച്ചു സാർ, എനിക്കത് കണ്ടില്ല. കണ്ണട വെക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ കിട്ടി. ഇവിടെ എല്ലില്ല. സാറ് കണ്ടില്ലല്ലോ അത്? ഞാൻ ആക്ച്വലി അത് കണ്ടതാണ് കേട്ടോ. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതാ. നിങ്ങൾ സക്സസ്ഫുള്ളി വിജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ശ്രദ്ധിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോൾ വൈറ്റ് ലൈറ്റ് ചെറിയ പ്രിസം ലൈക്ക് ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു? നമ്മുടെ ഡിസ്പോഷൻ സംഭവിക്കുന്നു അല്ലേ? സ്പ്ലിറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ആവുന്നു. ഇതാണ് നമ്മുടെ റെയിൻബോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. കഴിഞ്ഞല്ലോ, സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് എത്രയായി ടൈം? ടൈം ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയൊരു കുട്ടി ടാസ്ക് വേണോ സാർ?
സോ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു കൊച്ചു ടാസ്ക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് ചെയ്തുകൊണ്ടിരുന്നത് റെയിൻബോ ആൻഡ് ഡിസ്പേർഷൻ ആയിരുന്നു. റെയിൻബോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിസ്പേർഷൻ വഴി ഫോം ചെയ്യുന്ന, അതായത് ആ ഒരു ഫിനോമിനൻ കാരണം ഫോം ചെയ്യുന്നതാണ് നമ്മുടെ റെയിൻബോ എന്ന് പറയുന്നത്. റെയിൻബോ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കുറേ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായിരിക്കും. അത് പ്രിസം പോലെ ആക്ട് ചെയ്യും. ആ പ്രിസത്തിൽ കൂടെ വൈറ്റ് ലൈറ്റ് പോയി കഴിയുമ്പോഴായിരിക്കുള്ളൂ അതെന്തായി മാറുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് പല കളേഴ്സ് ആയിട്ട് മാറുന്നത്. ബിക്കോസ് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് 7 കളേഴ്സ് ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണ്? സെറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ ഡബിൾ തമ്പ്. ഓക്കെ ആണ്. ഇനി ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം, ഒരു പുതിയ സംഭവം കാണിച്ചു തരാം. ഇത് എൻ്റെ കണ്ണാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് എൻ്റെത് ബ്ലൂ അല്ല, ബ്ലാക്ക് ആണ്. ഓക്കെ, ഇത് നല്ല ഏതോ ഒരു കണ്ണാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഐ ആണ്. ഐ അല്ല, ഐ. ഓക്കെ, കണ്ണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഇമേജ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്നത്, കണ്ണിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും കണ്ണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ടൈം ഇല്ല. ഇതിൽ ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ബിഗ് ബോസ് പോലെ ഇല്ലേ ഇത്? ഇന്നലെ ഫൈനലായിരുന്നല്ലേ. ഞാനത് സംഭവം കാണാറില്ല, ബട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നോണ്ട് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ പറ്റി. ആണല്ലേ? ഞാനത് കാണല്ലോ. എനിക്ക് ആ പരിപാടി ഇഷ്ടമല്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളമല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ ഒച്ചപ്പാട് എടുക്കാൻ ഞാനുണ്ട്, എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല. ഓക്കെ, ഇത് ആണോ? ഓക്കെ, എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഓക്കെ, യെസ്. എനിവേസ്, നമ്മൾ ഇനി കണ്ണിലെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ബയോളജി റിലേറ്റഡ് ആണ്, ബട്ട് കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതും ഫിസിക്സ് തന്നെയാണ്. സോ നമുക്കത് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിക്കാം. ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയോ? നമുക്ക് ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അത് തന്നെ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഡിസ്പേർഷൻ പഠിച്ചു, റെയിൻബോ പഠിച്ചു. അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലോ. എന്തൊക്കെയായിരുന്നു സാർ? ആദ്യം ഡിസ്പേർഷൻ്റെ ഡെഫിനിഷൻ പഠിക്കാം, പിന്നെ റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നത് പഠിക്കാം, പിന്നെ നമുക്ക് എന്ത് പഠിക്കാം? ഓക്കെ, യെസ്, പെരിസ്കോപ്പിൻ്റെയും കാലഡോസ്കോപ്പിൻ്റെയും ഡെഫിനിഷൻ. പെരിസ്കോപ്പ്, കാലഡോസ്കോപ്പ്, ഡിസ്പേർഷൻ, റെയിൻബോ, 4 ടോപ്പിക്സ്. വേഗം പഠിക്കാം, ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. വേഗം.